ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം, ഡിസിപ്ലിൻഡ് ആവാം എന്നുള്ളതല്ല, എങ്ങനെ ഇത് ഞാൻ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഡിസിപ്ലിൻ എന്നുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം വരുന്ന ഒരു കാര്യമല്ല. ഡിസിപ്ലിൻ എന്നുള്ളത് പ്രിപ്പറേഷൻ ആണ്. ഡിസിപ്ലിൻ എന്നുള്ളത് ഡിസൈൻ ആണ്. ഡിസിപ്ലിൻ എന്നുള്ളത് പ്രിപ്പറേഷൻ ആണ്. ഇപ്പോ എന്തുകൊണ്ടാണ് ഞാൻ നോഫാപ്പിന്റെ കാര്യത്തില് ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നത്? ഞാൻ മെഡിറ്റേഷന്റെ കാര്യത്തില് ഞാൻ എന്തുകൊണ്ടാണ് ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നത്? ഞാൻ അതിനനുസരിച്ച് എന്റെ എൻവിറോൺമെന്റ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഞാൻ പ്രിപ്പയർഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസിപ്ലിൻ എന്നുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡിസിപ്ലിൻ എന്നുള്ളത് ഹൈലി മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. നമ്മളായിട്ട് ഫസ്റ്റ് ഇത് പിന്നെ ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മളായി പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതാണ്, പ്രിപ്പയർ ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ എന്നുള്ളത്. ഇത് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയേക്കണേ സുഹൈൽ ബ്രോ. ഇതാണ് ഫസ്റ്റ് വൺ. നിങ്ങൾ മെന്റലി വീക്ക് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിരിക്കാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങളുടെ ഡിസിപ്ലിൻ, നിങ്ങളുടെ ഡിസൈൻ എന്നുള്ളത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ നോഫാപ്പ് എന്നുള്ള ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്യാനായിട്ടുള്ള പറ്റുന്ന രീതിയിൽ ഞാൻ എന്റെ എൻവിറോൺമെന്റ് എന്നുള്ളത് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിവസവും മോട്ടിവേഷൻ ബുക്സ് വായിക്കുന്ന രീതിയിൽ ഞാൻ എന്റെ ലൈഫ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിവസവും മെന്റലി ക്രിയേറ്റീവ് ആയി ഇരിക്കേണ്ട രീതിയിൽ ഞാൻ എന്റെ ലൈഫ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. കാരണം ക്രിയേറ്റീവ് ആയി ഇരിക്കണം എന്നുള്ളത് എന്റെ നിർബന്ധമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ബിസിനസ്സിൽ പുതിയ ഐഡിയാസ് വരുന്നുണ്ടാവുള്ളൂ, എനിക്ക് നിങ്ങളെ ആക്റ്റീവായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോ ഡിസിപ്ലിൻഡ് ആയിരിക്കുക, നോഫാപ്പ് ഫോളോ ചെയ്യുക, മോട്ടിവേഷൻ ബുക്സ് വായിക്കുക, ഇതെല്ലാം ഞാൻ മെന്റലി സ്ട്രോങ് ആയതുകൊണ്ട് ചെയ്യുന്നതല്ല, ഞാൻ ഇരുന്ന് ഡിസൈൻ ചെയ്തതാണ്. ഇത് ഞാൻ പറയാറില്ലേ, ഞാൻ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്തു തുടങ്ങിയത് എനിക്കും കൂടി എപ്പോഴും ആ ഒരു, കാരണം വീക്ക്ലി 2 കോണ്ടന്റ് ഞാൻ ഇടും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാനും കൂടി ആ ഒരു ട്രാക്കിൽ നിലനിൽക്കാനായിട്ട് നിർബന്ധിതനാവും. ഞാനും കൂടി നിങ്ങൾക്ക് അടുത്ത കോണ്ടന്റ് തരാനായിട്ട് പുതിയ മോട്ടിവേഷൻ വീഡിയോസ്, പുതിയ ബുക്സ് വായിക്കാൻ നിർബന്ധിതനാവും. എന്റെ മൂഡ് എന്താണ് എന്നുണ്ടെങ്കിലും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. ഡിസിപ്ലിൻ എന്നുള്ളത് ഒരു ഡിസൈൻ ആണ്. എങ്ങനെ ആ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആവേണ്ടത്? നോഫാപ്പിന്റെ കാര്യത്തിലാണോ? എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലാണോ? മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണോ? എങ്ങനെ ആ ഒരു ഡിസൈൻ എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കാം? ഇപ്പോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ എങ്ങനെ ഇത് ഡിസൈൻ ചെയ്യാം? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം, ഡിസിപ്ലിൻഡ് ആവാം എന്നുള്ളതല്ല, എങ്ങനെ ഇത് ഞാൻ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാം, ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. മെഡിറ്റേഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യാം? മെഡിറ്റേഷൻ ഞാന് പലപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് പലപ്പോഴും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യാം? ഞാന് ഒരു ഫ്രീ ആയിട്ട് ഏതെങ്കിലും മെഡിറ്റേഷൻ കമ്മ്യൂണിറ്റികൾ ഉണ്ടോ? നമ്മളുടെ സെഷൻ തന്നെ 8 മണിക്കാണ് ഉള്ളത്, അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇനി ഇല്ല എങ്കിൽ നൈറ്റ് എനിക്ക് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം? എന്റെ എൻവിറോൺമെന്റിൽ ഞാൻ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഒട്ടിച്ചു വെക്കണോ? എന്റെ വാൾപേപ്പർ, മൊബൈൽ വാൾപേപ്പർ മാറ്റിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഫോട്ടോ എന്നുള്ളത് എന്റെ മൊബൈൽ വാൾപേപ്പർ ആക്കി മാറ്റണോ? എനിക്ക് രാവിലെ 8 മണിക്ക്, രാത്രി 9 മണിക്ക് ഒക്കെ ആവുമ്പോ ഡു മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് റിമൈൻഡർ അലാം ആക്കിയിട്ട് ഞാൻ വെക്കണം. ഡു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് രാവിലെ 8 മണിയാകുമ്പോഴും 7 മണിയാകുമ്പോഴും രാത്രി 10 മണിയാകുമ്പോഴും 9 മണിയാകുമ്പോഴും ഒക്കെ എനിക്ക് അലാം എന്റെ ഫോണിൽ റിങ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്യണം. മെഡിറ്റേഷനെ പറ്റിയിട്ടുള്ള ബുക്സ് ഞാൻ മേടിക്കണം. ഓൾറെഡി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ തന്നെ ചില ഫ്രണ്ട്സുമായിട്ട് ഞാൻ കണക്റ്റഡ് ആവണോ? ഇതിനെയാണ് ഡിസൈൻ എന്ന് പറയാ. മനസ്സിലാവുന്നുണ്ടോ? ഡിസിപ്ലിൻ എന്നുള്ളത് നിങ്ങൾ മെന്റലി സ്ട്രോങ് ആവുന്നത് കൊണ്ട് സംഭവിക്കുന്നതല്ല. ഞാൻ എന്റെ ലൈഫില് ഡിസിപ്ലിൻഡ് ആയിരിക്കുന്നത് ഞാൻ നിങ്ങളെ എല്ലാവരേക്കാളും മെന്റലി സ്ട്രോങ് ആയതുകൊണ്ട് സംഭവിച്ചതല്ല. ഒരു ബുക്കും പേപ്പറും എടുത്ത് പല സ്ഥലങ്ങളിലും ഞാൻ പോയിരുന്ന് ഡിസൈൻ ചെയ്യും, ഇരിക്കും അതിനു വേണ്ടി. ശനി ഞായർ ദിവസങ്ങള് പല ദിവസം രാവിലെ വൈകുന്നേരം നൈറ്റ്
എന്തിലാണോ ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടത് ആ പർട്ടിക്കുലർ കാര്യത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് ഞാൻ ഇരിക്കും, അതിനെ ഡിസൈൻ ചെയ്യും. ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്, നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.